നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും അറ്റത്തുള്ള തകർന്ന ബെഞ്ചിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5:30 മണിയാകുമ്പോൾ ഒരു വയസ്സായ അമ്മ വന്ന് അവിടെയിരിക്കും. അവരുടെ പേര് ആർക്കും അറിയില്ല. എവിടെ നിന്നും വന്നു എന്നും ആർക്കും അറിയില്ല. അവരുടെ കയ്യിൽ അഴുക്ക് പുരണ്ട ഒരു പഴയ പച്ച തുണിസഞ്ചി കാണും. അതിൽ പണമോ സ്വർണമോ ഒന്നുമല്ല ഉള്ളത്. പഴയ ഒരു നോട്ട്ബുക്ക്, ഒരു പെൻസിൽ തുണ്ട്, ഒരു പിച്ചളപ്പെട്ടി. ഇതാണ് അതിലുള്ളത്. ഇത് ആർക്കും കൊടുക്കാതെ നെഞ്ചോടടക്കി പിടിച്ചു വച്ചേക്കും. അവരെ ഭ്രാന്തിയമ്മ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. ബസ് സ്റ്റാൻഡിനടുത്ത് ചെറിയ ചായക്കട നടത്തുന്ന രാഘവൻ കഴിഞ്ഞ 20 വർഷമായി ഈ അമ്മയെ അവിടെ കാണുന്നുണ്ട്. ആരുമായും സംസാരിക്കുകയോ ആരോടും വഴക്കിടുന്നതോ ഒന്നും ആരും കണ്ടിട്ടില്ല. അവർ ഒരിക്കലെങ്കിലും തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആരുടെ കൂടെയും ഒരു പരാതി പോലും പറഞ്ഞിട്ടുമില്ല. എല്ലാ ചൊവ്വാഴ്ചയും തൊട്ടടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ പോയി ഒരു വാചകം മാത്രം പ്രാർത്ഥിക്കും: ഭഗവാനെ, എൻ്റെ മകൾക്ക് ഇന്ന് എന്നെ ഓർമ്മ വരാൻ തോന്നിക്കണേ. ഭിക്ഷയ്ക്കായി ആളുകളുടെ അടുത്ത് കൈനീട്ടുന്നതിന് മുൻപ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ചിരിക്കുമ്പോൾ കവിളത്ത് നുണക്കുഴിയുള്ള എൻ്റെ 10 വയസ്സുള്ള മകളെ കണ്ടോ? ചിലർ ഒന്നും മിണ്ടാതെ പോകും. മറ്റു ചിലർ പറയും: അമ്മേ, ഈ ലോകത്ത് ഒരുപാട് പെൺകുട്ടികളുണ്ടല്ലോ, അവരിൽ ആരാണെന്ന് എങ്ങനെ അറിയും? ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കും. കൊടുത്താൽ വാങ്ങും. എന്നിട്ട് അടുത്ത ബസ് വരുന്നത് വരെ കാത്തിരിക്കും. അന്ന് ജില്ലാ കളക്ടർ ഉച്ചകഴിഞ്ഞ് അവിടം പരിശോധിക്കാൻ വരുമെന്ന് ഭരണകൂടത്തിൽ നിന്ന് വാർത്ത വന്നതോടെ തെരുവ് ശുചീകരണം ഊർജിതമാക്കി. സർക്കാർ ജീവനക്കാരെ എല്ലായിടവും കാണാമായിരുന്നു. ബസ്സുകൾ ഓടിത്തുടങ്ങി. ബസ് സ്റ്റാൻഡിൻ്റെ ചുവരുകൾ ധൃതിയിൽ വെള്ള പൂശുവാൻ തുടങ്ങി. രാഘവൻ ഒരു പുഞ്ചിരിയോടെ ഈ ഭ്രാന്തിയമ്മയോട് പറഞ്ഞു: അമ്മേ, ഇന്ന് കളക്ടർ ഇവിടം സന്ദർശിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് അമ്മ കുറച്ചു നേരം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരും. വൃദ്ധ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: മകനെ, പണക്കാർ ഒരിക്കലും പാവങ്ങളുടെ അടുത്ത് വരില്ല. ഞാൻ ഇവിടെ ഇരിക്കാം. പെട്ടെന്ന് ഉച്ചത്തിൽ പോലീസ് വാഹനത്തിൻ്റെ സൈറൻ കേട്ടു. ഒരു വെളുത്ത വാഹനം വൃദ്ധ ഇരുന്നതിൻ്റെ തൊട്ടടുത്ത് വന്നു നിന്നു. പുതിയ ഓഫീസർ സ്റ്റാൻഡിലെ ക്രമീകരണങ്ങൾ കാണാൻ വരുമെന്ന് കരുതി ഒരു സുരക്ഷാ വലയം ഒരുക്കിയിരുന്നു. കാറിൻ്റെ ഡോർ തുറന്നും ഏകദേശം 27 അല്ലെങ്കിൽ 28 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതി ഇറങ്ങി വന്നു. കോട്ടൺ സ്യൂട്ടും ലളിതമായ സ്ലിപ്പറും ആയിരുന്നു വേഷം. ആ മുഖത്ത് ഒരു ഉന്നത ഉദ്യോഗസ്ഥയുടെ ഭാവത്തിന് പകരം എന്തോ ഒന്ന് കളഞ്ഞുപോയതിൻ്റെ സങ്കടമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ ഒരു ഉദ്യോഗസ്ഥരോടും സംസാരിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന മീഡിയക്കാരെ ആരെയും നോക്കിയില്ല. നേരെ പോയത് ആ വൃദ്ധയുടെ അടുത്തേക്കായിരുന്നു. ആളുകൾ ആശ്ചര്യപ്പെട്ടു. അതേസമയം ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭ്രാന്തിയമ്മ തൻ്റെ കയ്യിലിരിക്കുന്ന ചില്ലറ നാണയത്തുട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയായിരുന്നു. ആർക്കും അപ്പോൾ അറിയില്ലായിരുന്നു 20 വർഷം മുൻപ് ഭ്രാന്തിയമ്മയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. ജില്ലയിലെ ആളുകൾ ബഹുമാനിക്കുന്ന ആദരണീയരായ ഒരു കുടുംബത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തുറന്നുകാട്ടാൻ പോവുകയാണെന്ന്. ആ ഉദ്യോഗസ്ഥയുടെ പേര് പ്രിയങ്ക എന്നായിരുന്നു. അവൾ ഈ നഗരത്തിൽ വന്നത് ഒരു പേരുണ്ടാക്കാനല്ല. കഴിഞ്ഞ 20 വർഷമായി അവളുടെ ഉള്ളിൽ കുഴിച്ചു മൂടിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയായിരുന്നു. ആ ഭ്രാന്തിയമ്മയെ കണ്ടപ്പോൾ പെട്ടെന്ന് അവൾ ശ്വാസം നിലച്ചതുപോലെ നിന്നുപോയി. ആ വൃദ്ധയുടെ അടുത്ത് ചെന്നിട്ട് ഒരു വാക്കുപോലും പറയാനാകാതെ അവരെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു. ആ അമ്മയുടെ അടുത്തു വന്ന് കുറച്ചു നേരം മുഖത്തേക്ക് നോക്കി പ്രിയങ്ക നിന്നു. മുഖം ആകെ ക്ഷീണിച്ച് പാറി പറന്നു കിടക്കുന്ന നരച്ച മുടി, മുഷിഞ്ഞ വസ്ത്രം. പ്രിയങ്കയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അമ്മയ്ക്ക് തൻ്റെ മുന്നിൽ ആരോ വന്നു നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അവർ മുഖമുയർത്താതെ ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു: മോളെ, വല്ലതും തരുന്നെങ്കിൽ തരൂ, ഇല്ലെങ്കിൽ ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദം കേട്ട പ്രിയങ്ക തൻ്റെ കുട്ടിക്കാലത്ത് അമ്മ പറയാറുണ്ടായിരുന്ന ആ ശബ്ദം ഓർമ്മയുണ്ട്. താൻ പരീക്ഷയെ പേടിച്ചിരിക്കുമ്പോൾ തൻ്റെ അടുത്ത് വന്ന് തലയിൽ കൈവച്ച് പറയുമായിരുന്നു: മോളെ, ഒരിക്കലും പരീക്ഷയെ പേടിക്കരുത്. ഈശ്വരൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ശബ്ദം ഇപ്പോഴും തൻ്റെ ചെവിയിൽ മുഴങ്ങുന്നതായി പ്രിയങ്കയ്ക്ക് തോന്നി. പ്രിയങ്കയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്ന് അത് ആരും കാണാതെ പ്രിയങ്ക തുടച്ചു കളഞ്ഞു. പ്രിയങ്കയ്ക്ക് എല്ലാ സത്യവും മനസ്സിലായി. എന്നാൽ അവൾ അതാരെയും പുറത്തു കാണിച്ചില്ല. കാരണം 20 വർഷം മുൻപ് സംഭവിച്ചതിൻ്റെ സത്യം അറിയണമായിരുന്നു. അമ്മ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? കൗസല്യാദേവി മുഖമുയർത്തി പ്രിയങ്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞു: ഞാൻ എൻ്റെ മകളെ കാത്തിരിക്കുകയാണ്. എൻ്റെ മരണം വരെയും ഞാൻ ഇവിടെ ഇരിക്കും.
മകൾ എവിടെ പോയി? 20 വർഷം മുൻപ് പഠിക്കാനായി പോയതാണ്. പോകുമ്പോൾ പറഞ്ഞു, അമ്മ, ഞാൻ പഠിച്ചു തിരിച്ചു വലിയ ഓഫീസറായി വരും. എന്നിട്ട് അമ്മയെ കൂടി കൊണ്ടുപോകും. ആളുകൾ ഇപ്പോൾ പറയുന്നു ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ അവൾ എല്ലാം മറന്നു എന്ന്. എന്നാൽ എൻ്റെ മനസ്സ് പറയുന്നു അവൾ ഒരിക്കലും എന്നെ മറക്കില്ല. അവൾക്ക് മറക്കാൻ പറ്റില്ല. ഇത് കേട്ട് പ്രിയങ്ക കുറച്ചു നേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് ചോദിച്ചു, മോളുടെ പേരെന്താണ്? കൗസല്യാദേവി പറഞ്ഞു, പ്രിയങ്ക. ഇത് കേട്ട പ്രിയങ്ക പതുക്കെ അമ്മ കാണാതിരിക്കാൻ മുഖം തിരിച്ചു. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു, മാഡം, മീഡിയക്കാർ കാത്തു നിൽക്കുന്നു. ഈ പറഞ്ഞത് കേട്ട് കൗസല്യാദേവി സ്തംഭിച്ചു പോയി. അവർ ചോദിച്ചു, മോളെ, നീ ഒരു ഉദ്യോഗസ്ഥയാണോ? പ്രിയങ്ക പറഞ്ഞു, അതെ അമ്മേ. കൗസല്യാദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ വലിയ ഓഫീസറാണോ? പക്ഷേ നീ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വച്ചേക്കണം. എത്ര വലിയ ഓഫീസറായാലും ഒരിക്കലും അച്ഛനെയും അമ്മയെയും മറക്കരുത്. ഇത് കേട്ട് പ്രിയങ്കയ്ക്ക് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അവൾ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം ഇരുന്നു. എന്നിട്ട് പോകുന്നതിന് മുൻപ് അമ്മയുടെ കാൽ തൊട്ട് വണങ്ങി. കണ്ടുനിന്ന ഉദ്യോഗസ്ഥർ അതിശയിച്ചു. കാരണം പുതിയ കളക്ടർ ഒരു ഭിക്ഷക്കാരിയുടെ കാൽ തൊട്ട് വണങ്ങുന്നു. കൗസല്യാദേവി പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് പ്രിയങ്കയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഒരു കളക്ടർ ഭിക്ഷക്കാരിയുടെ കാലിൽ തൊട്ട് വണങ്ങിയാൽ ആളുകൾ എന്തു പറയും? പ്രിയങ്ക മറുപടിയായി പറഞ്ഞു, ഒരു മകൾ അമ്മയുടെ കാലിൽ തൊട്ട് വണങ്ങുന്നതിന് എന്താണ് കുഴപ്പം? ഇത് കേട്ട കൗസല്യാദേവി വല്ലാതെയായി. മറ്റുള്ള പെൺകുട്ടികളിൽ നിന്ന് ഇവൾ വ്യത്യസ്തയാണ്. പ്രിയങ്കയുടെ കയ്യിൽ തൊട്ടപ്പോൾ സ്വന്തം മകളുടെ കയ്യിൽ തൊടുന്നത് പോലെ കൗസല്യാദേവിക്ക് തോന്നി. കൗസല്യാദേവി പ്രിയങ്കയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. 20 വർഷം ഇവളിൽ ഒരുപാട് മാറ്റം വരുത്തി. അന്നത്തെ ആ ചെറിയ പെൺകുട്ടി ഒരുപാട് ആത്മവിശ്വാസത്തോടെ വലിയ ഓഫീസറായിരിക്കുന്നു. ആ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഒരു ചെറുപ്പക്കാരൻ, പേര് രതീഷ്, അവിടെ വന്ന് പരിഹാസത്തോടെ പ്രിയങ്കയോട് പറഞ്ഞു, മാഡം, ഇവർ പറയുന്നത് കള്ളമാണ്. ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കുവാനാണ് ഇവരുടെ അടവ്. ഇവരുടെ അടുത്തേക്ക് പോകല്ലേ. ഇല്ലാത്ത ഒരു മകളുടെ പേരും പറഞ്ഞു ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പറ്റിക്കാനുള്ള അടവാണ്. കൗസല്യാദേവിയുടെ തല അപമാനത്താൽ കുനിഞ്ഞുപോയി. എന്നാൽ ഇതിനുള്ള മറുപടി പ്രിയങ്ക കൊടുത്തു. ഉറച്ച ശബ്ദത്തോടെ അവൾ ചോദിച്ചു, അതിന് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ആ ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടാതെ പിറകോട്ട് പോയി. പ്രിയങ്ക അവിടെ കൂടി നിന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് ഒരു മീറ്റിംഗ് വെക്കണം. എല്ലാവരോടും പറഞ്ഞേക്കൂ. ആദ്യമായാണ് ബസ് സ്റ്റാൻഡിലെ ഭിക്ഷക്കാരിക്ക് വേണ്ടി ഒരു കളക്ടർ ശബ്ദമുയർത്തുന്നത്. കൗസല്യാദേവിക്ക് ഒന്നും മനസ്സിലായില്ല. അവർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തുണിസഞ്ചിക്കകത്ത് കൈയിട്ട് ഒരു ചുക്കിച്ചുളഞ്ഞ ഫോട്ടോ കയ്യിലെടുത്തു. അവർക്കത് പ്രിയങ്കയുടേതുപോലെ തോന്നി. ഫോട്ടോയിൽ 10 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്കൂളിൽ പോകാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൾ ചിരിക്കുമ്പോൾ കവിളത്ത് നുണക്കുഴി തെളിഞ്ഞു വരുന്നു. കൗസല്യാദേവി ഈ ഫോട്ടോ പ്രിയങ്കയെ കാണിച്ചു. ആ ഫോട്ടോയിലെ ചിത്രം അവളുടേത് തന്നെയായിരുന്നു. അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി. ആ ഇരിക്കുന്നത് അവളുടെ അമ്മയാണ്. പക്ഷേ അവൾ പറഞ്ഞില്ല. കാരണം തൻ്റെ അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് അവൾക്ക് തോന്നി. എന്നാൽ കളക്ടറുടെ ഓഫീസിൻ്റെ 3ാമത്തെ നിലയിൽ പ്രിയങ്ക ഇരിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ തങ്ങളെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്തു. ഫയൽ പ്രിയങ്കയെ ഏൽപ്പിച്ചു. വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. 20 വർഷം മുൻപ് കൗസല്യാദേവിക്ക് ഗ്രാമത്തിൽ 1.5 ഏക്കർ ഭൂമിയും ഒരു വീടും ഉണ്ടായിരുന്നു. പ്രിയങ്ക നഗരത്തിൽ പോയി കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിലെ സ്വാധീനമുള്ള പലിശക്കാരൻ ചന്തു പ്രിയങ്കയ്ക്ക് പട്ടണത്തിൽ ജോലി കിട്ടി, അമ്മയെ ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞു പരത്തി. മകളുടെ പഠനത്തിനായി കൗസല്യാദേവി കുറച്ച് പണം ചന്തുവിൽ നിന്നും വാങ്ങിയിരുന്നു. തൻ്റെ മകൾ തന്നെ ഉപേക്ഷിച്ചില്ല എന്ന് വീടുകൾ തോറും കയറിയിറങ്ങി പറഞ്ഞു. പക്ഷേ ആരും കേട്ടില്ല. പതിയെ കടത്തിൻ്റെ പേരിൽ ചന്തു ആ വീടും സ്ഥലവും അയാളുടെ പേർക്കാക്കി മാറ്റി. അങ്ങനെ കൗസല്യാദേവിക്ക് ആ വീടും സ്ഥലവും ആ വീടും ഗ്രാമവും വിട്ടുപോകേണ്ടതായി വന്നു. ആദ്യമൊക്കെ അവർ അമ്പലത്തിന് പുറത്ത് പൂക്കൾ വിറ്റും വീടുകളിൽ പാത്രം കഴുകിയും റെയിൽവേ സ്റ്റേഷനിൽ വൃത്തിയാക്കുന്ന ജോലി ചെയ്തും ജീവിച്ചു. പക്ഷേ പ്രായം കൂടിയപ്പോൾ ശരീരം ദുർബലമായി, അധ്വാനിക്കാൻ കഴിയാതെ വന്നു. ഒടുവിൽ വിശപ്പ് സഹിക്കാനാവാതെ ബസ് സ്റ്റാൻഡിൽ പാത്രവുമായി അവർക്കിരിക്കേണ്ടി വന്നു. റിപ്പോർട്ടിൻ്റെ അവസാനം വായിച്ച് പ്രിയങ്കയുടെ കണ്ണു നിറഞ്ഞു. അതിൽ എഴുതിയിരുന്നു, കൗസല്യാദേവി ഒരിക്കലും തനിക്ക് വേണ്ടി ഭിക്ഷ യാചിച്ചിരുന്നില്ല. ആരുടെ മുന്നിൽ കൈനീട്ടിയാലും ഒരു കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ, എൻ്റെ മകളെ കണ്ടോ? ഇത് വായിച്ചതും പ്രിയങ്കയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. സമയം രാത്രി 10 മണി. അവൾക്ക് അപ്പോൾ തന്നെ കൗസല്യാദേവിയെ കാണണമെന്ന് തോന്നി. സാധാരണ വേഷത്തിൽ ഒരു വനിതാ പോലീസിനെയും കൂട്ടി കൗസല്യാദേവിയുടെ അടുത്തേക്ക് പോയി. ബസ് സ്റ്റാൻഡ് പകലത്തേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു. പകുതി കടകളും ഷട്ടറിട്ടിരുന്നു.
ചില യാത്രക്കാർ ബെഞ്ചുകളിൽ ഇരുന്ന് ഉറങ്ങുന്നു. ചായക്കടക്കാരൻ തൻ്റെ കട അടയ്ക്കുകയാണ്. ഒരു മൂലയിൽ കൗസല്യാദേവി ഒരു കീറിയ പുതപ്പ് പുതച്ചിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് പാത്രത്തിൽ കിട്ടിയ പൈസ എണ്ണി നോക്കി. വെറും 35 രൂപ മാത്രമായിരുന്നു അന്ന് കിട്ടിയത്. അപ്പോഴാണ് അവിടേക്ക് കുപ്പികൾ പെറുക്കി ജീവിക്കുന്ന ഏകദേശം ഒരു 10-12 വയസ്സുള്ള അനാഥ ബാലൻ വിശന്ന് അവരുടെ അടുത്തേക്ക് വന്നത്. സ്വന്തം വിശപ്പ് മറന്ന് കൗസല്യാദേവി തൻ്റെ കൈവശമുണ്ടായിരുന്ന പണം മുഴുവൻ ആ കുട്ടിക്ക് നൽകി. ഭക്ഷണം വാങ്ങി കഴിക്കുവാൻ പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞ് ആ പൈസ വാങ്ങാൻ മടിച്ചു. അമ്മ ഭക്ഷണം വാങ്ങാതെ എനിക്ക് വേണ്ട. കൗസല്യാദേവി പറഞ്ഞു, എനിക്ക് എൻ്റെ മോൾ പ്രിയങ്ക ഇപ്പോൾ വാങ്ങിത്തരും. അത് കേട്ടുകൊണ്ട് നിന്ന പ്രിയങ്കയുടെ കണ്ണു നിറഞ്ഞു. അവൾ വേഗം ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അതിനിടയിൽ കൗസല്യാദേവിയുടെ കയ്യിലെ പച്ച സഞ്ചിയിൽ നിന്ന് ഒരു ഡയറി താഴെ വീണു. പ്രിയങ്ക അത് എടുത്തു കൊടുത്തു. കൗസല്യാദേവി പ്രിയങ്കയുടെ കയ്യിൽ തന്നെ അത് വായിക്കാൻ കൊടുത്തു. ഡയറിയിലെ എല്ലാ പേജുകളിലും പ്രിയങ്ക എന്ന പേര് തന്നെ ആവർത്തിച്ചെഴുതിയിരിക്കുന്നത് അവൾ വായിച്ചു. അവസാന പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഞാൻ എൻ്റെ മകളെ കാണുന്നതിന് മുൻപ് മരിച്ചാൽ അവളോട് പറയണം, അവളുടെ അമ്മ ഒരിക്കലും ഭിക്ഷയാചിച്ചിരുന്നില്ല. അവസാന ശ്വാസം വരെ അവളെ മാത്രമേ കാത്തിരുന്നുള്ളൂവെന്ന്. അത് വായിച്ച് പ്രിയങ്ക കരഞ്ഞു. അപ്പോൾ സമീപത്ത് നിന്നിരുന്ന 2 പേർ ആ വൃദ്ധയെ പരിഹസിച്ചു സംസാരിക്കുന്നത് അവൾ കേട്ടു. അവരുടെ മകൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുൻപേ വന്നേനെ. അവരുടെ വാക്കുകൾ കേട്ട പ്രിയങ്കയ്ക്ക് സംശയം തോന്നി. അവൾ അടുത്തുനിന്ന വനിതാ പോലീസിനോട് പതുക്കെ പറഞ്ഞു, ഇവരെ ശ്രദ്ധിക്കണം. എൻ്റെ അമ്മയുടെ ദുരിതം ഇവിടെ അവസാനിക്കില്ല എന്ന് തോന്നുന്നു. കൗസല്യാദേവി ആകാശത്ത് നോക്കി കണ്ണുകൾ അടച്ചു പതുക്കെ പറഞ്ഞു, ഭഗവാനെ, എൻ്റെ മകൾ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണേ. അവൾക്കൊരിക്കലും എൻ്റെ കണ്ണുനീർ കാണാനുള്ള ഇട വരുത്തരുതേ. ഇത് കേട്ട് പ്രിയങ്ക മനസ്സിൽ ഒരു പ്രതിജ്ഞ എടുത്തു. ഞാൻ എൻ്റെ അമ്മയെ വീട്ടിൽ കൊണ്ടുപോവുക മാത്രമല്ല, നിരപരാധിയായ അമ്മയെ ഭിക്ഷക്കാരിയാക്കിയ എല്ലാവരെയും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരും. എന്നാൽ ഈ മുഴുവൻ ഗൂഢാലോചനയുടെ യഥാർത്ഥ മുഖം ഇനിയും പുറത്തു വരാനുണ്ടായിരുന്നു. ആ രാത്രി മുഴുവൻ പ്രിയങ്കയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അമ്മയുടെ കീറിയ വസ്ത്രങ്ങളും വിറയ്ക്കുന്ന കൈകളും എൻ്റെ മകളോട് അവളുടെ അമ്മ ഭിക്ഷ ചോദിച്ചിരുന്നതായി ഒരിക്കലും പറയരുത് എന്ന വാക്കുകളും അവളുടെ മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ ഇത് ചെറിയ ഒരു പോരാട്ടം മാത്രമല്ല, ഒരു ജില്ലാ കളക്ടറുടെ ഉത്തരവാദിത്വവും ആയി മാറി. രാവിലെ 8 മണിക്ക് കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ എല്ലാ ഉദ്യോഗസ്ഥരും ഒത്തുകൂടിയിരുന്നു. എല്ലാവരും വിചാരിച്ചത് കളക്ടർ വികസന പദ്ധതികളെയും ക്രമസമാധാനത്തെക്കുറിച്ചും സംസാരിക്കുമെന്നാണ്. പ്രിയങ്ക പറഞ്ഞു, ഇന്നത്തെ യോഗം റോഡുകളെയോ പാലങ്ങളെയോ കുറിച്ചല്ല. ഈ ജില്ല ജീവനോടെ ഇരിക്കുമ്പോഴേ മറന്നുപോയ ഒരു സ്ത്രീയുടെ മാനത്തെക്കുറിച്ചാണ്. ആരുടെയും പേര് പറയാതെ അവൾ ഉത്തരവിട്ടു. കഴിഞ്ഞ 7 വർഷത്തിനിടെ കടബാധ്യത മൂലം ഭൂമി ലേലത്തിൽ പോയ എല്ലാവരുടെയും പട്ടിക 24 മണിക്കൂറിനകം എൻ്റെ മുമ്പിലെത്തിക്കണം. കൂടാതെ പഴയ രേഖകളെല്ലാം എടുത്തു തരണം. അവൾ തഹസീൽമാർക്ക് നിർദ്ദേശം നൽകി. ഇത് കേട്ടതോടെ ചില തഹസീൽദാർമാരുടെ മുഖം മങ്ങി. പ്രിയങ്ക ഇത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ മുഖം മങ്ങിയത്? കൗസല്യാദേവിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം അറിയാൻ മറക്കാതെ നാളെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.